കാളി മാതാവേ, ഈ പണപ്പെട്ടി നന്നായിട്ട് നടക്കണേ, കാര്യമായിട്ട് അനുഗ്രഹിക്കണേ. മുതലാളി മുതലാളി ഇന്നും യാ കാണുന്നില്ല. യാ യാ ഈ യാ എടുത്തുകൊണ്ട് പോകുന്ന അലവരാതിയൊക്കെ കയ്യും കാലും പിടിച്ച് എന്റെ അടുത്ത് വരും. പലിശക്ക് പണവും ചോദിച്ചു. അറക്കണ പലിശയല്ലേ മുതലാളി? അറക്കൽ ഫൈനാൻസിന് പകരം അറക്കൽ ഫൈനാൻസ് മതി. പോയി യാ ശരിയാക്കടാ. നമസ്കാരം. എന്താടോ, പണ്ടോ ആധാരോ? ഞാൻ താമരാക്ഷൻ പിള്ളയുടെ കാര്യത്തിന് വന്നതാ. ആ വാ വാ. താമരാക്ഷൻ പിള്ളി പറമ്പ് തെരഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് മാസം. താമരാക്ഷൻ പിള്ളയെ പീസാക്കി മാർക്കറ്റിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഒന്ന് കണ്ടോട്ടെ. അതെ, ഇനി ഇതിന് ഓണർ ഒന്നും വല്ല പ്രശ്നം ഉണ്ടാക്കൂ? എന്ത് ഓണർ, ഏത് ഓണർ, എവിടത്തെ ഓണർ? അവരിപ്പോ എവിടെയാണെന്ന് മുകളിലിരിക്കുന്നതിന് മാത്രമേ അറിയൂ. അങ്ങനെ മുകളിലിരിക്കുന്നവന് മാത്രം അറിയാന്ന് പറയരുത്. എനിക്കറിയാമായിരുന്നെങ്കിലേ ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് മുകളിൽ താമസിക്കും ഒരാഴ്ച ആയിട്ട്. ഒരു മിനിറ്റ്, ഇയാൾ ആരാ? ഈ ബസിന്റെ മുതലാളിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവാ ഞാൻ, സുന്ദരൻ. കളിയാക്കണ്ട, ഇങ്ങനെ വെയിൽ കൊണ്ട് കോലം കടയേണ്ട ആളല്ല ഞാൻ. അങ്ങ് ദുബായിൽ ഷെയ്ക്കിന്റെ അണ്ടറിൽ കഴിയേണ്ടവനാ. മൊയിലാളി ആയിരിക്കും. ബെൻസിലോ? ബെൻസിൽ വരണമെങ്കിലേ അവന് 7 ജന്മം ജനിക്കണം. കണ്ടോ, കണ്ടില്ലെങ്കിൽ കണ്ടോ, ഇന്നലെ വരെ പിച്ചക്കാരനായിരുന്ന മുതലാളി ഇന്ന് പണക്കാരനായി ആവേശത്തിന് തിരിച്ചു വന്നിരിക്കുന്നു. സുന്ദര, ലിഫ്റ്റ് തന്നേനെ താങ്ക്സ്. ചായ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അല്ല, എനിക്കെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ, ഗിഫ്റ്റ് ആയിട്ട് തന്നാലും മതി. ഒന്ന് പോടോ. അല്ല, സൂക്ഷിച്ചൊക്കെ പോണേ, ഓപ്പോസിറ്റ് പാണ്ടിലോറ് വരുന്നതാ. ആ ക്യാഷ് എടുത്ത് ഇയാളെ നാട്ടിലേക്ക് തള്ളു. ആ കഥ തീരട്ടെ. എടാ, നമ്മുടെ വണ്ടി പൊളിക്കാൻ പോണേരുന്നടാ. സുന്ദര, കാശ് തരാൻ സ്വല്പം വൈകിയെന്ന് കരുതി ദ്രോഹിക്കരുത്. എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി ഈ വണ്ടി തല്ലിപ്പൊളിക്കാൻ? എന്റെ അവറ മുതലാളി, എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ലാസ്റ്റ് എവിഡൻസ് ആണ് ഈ ബസ്. അതിൽ തുടരുത്, എന്നെയും തുടരുത്. സോറി. രൂപ താടോ. രൂപ? മുതലാളിക്കുന്ന രാവിലെ ഞാൻ 10,000 രൂപ. 10,000 10,000 ഉള്ളത് കണ്ടിട്ട് വണ്ടി എടുത്തിട്ട് പോടും. അല്ല, തരണോന്നുള്ള ആഗ്രഹമായിട്ട് വന്നാണ്, പക്ഷെ കിട്ടണ്ടേ. ആഹാ, അപ്പൊ ഒന്നുമില്ലാതാണ് കയറി വന്നതല്ലേ? പലിശയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. നോക്കി നിൽക്കാതെ പൊളിക്കാം. മുതലാളി ഇൻസൾട്ട് ചെയ്യരുത്. പട്ടിണി കിടന്നപ്പോ പോലും ഞാൻ ചെയ്യാത്ത ഒന്നുണ്ട്. ഇനി എനിക്ക് മേലും കീഴുന്നു. അവിവേകം കാണിക്കരുത്. സുന്ദര, വിടറാ. ഈശോ, അരഞ്ഞാണോ? എനിക്ക് 3 വയസ്സുള്ളപ്പോ മുത്തച്ഛൻ എന്റെ അരയെ കിട്ടിയതാ. എടുത്തോ. ഇതെന്താ ചരട്? 3 വയസ്സുള്ളപ്പോ എന്റെ അരവണ്ണം ദേ ഇത്രേ ഉള്ളൂ. ഞാൻ വളരുന്ന അനുസരിച്ച് ചരട് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തതാ. തൽക്കാലം മുതലാളി ഇതെടുത്തിട്ട് എന്റെ വണ്ടി ഒന്ന് വിട്ടതാ. ഞാൻ എവിടെയെങ്കിലും പോയെന്ന് രക്ഷപ്പെടട്ടെ. അപ്പൊ ബാക്കി തരാം. എന്ന്? ഫെബ്രുവരി 30 അതെ, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും. ഓക്കെ, വണ്ടി എടുത്ത് പോയിക്കോ. സുന്ദര, വണ്ടി കയറാ. എടുത്ത് മാറ്റടാ ഇയാടാ. അയ്യോ, അപ്പൊ ഫെബ്രുവരി 30. ഫെബ്രുവരി 28 ഉള്ളേ. കുറെ നാളായി നിന്നെ കൈ കിട്ട കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിനക്ക് കണ്ടു ഞാൻ വേറൊന്നും കണ്ടില്ലല്ലേ?